കോവിഡിന് ശേഷം കുഴഞ്ഞു വീണ് മരിക്കുന്ന സംഭവങ്ങളേറുന്നു. കൃത്യമായ പഠനം നടത്താതെ ആരോഗ്യവകുപ്പ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഗുരുവായൂരിൽ കർശന സുരക്ഷ. മോദി ബുധനാഴ്ച തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തും. പുന്നയൂർക്കുളം എരമംഗലത്ത് കടന്നൽ കുത്തേറ്റ് ഒരാൾ മരിച്ചു. നിരവധി പേർക്ക് പരിക്ക്. പൊന്നാനി തൃക്കാവ് സ്വദേശി ഗോപാലകൃഷ്ണനാണ് മരിച്ചത്. റേഷൻ വാഹന കരാറുകാരുടെ സമരം ആരംഭിച്ചു. സപ്ലൈകോ സംഭരണ കേന്ദ്രങ്ങളിൽ നിന്ന് റേഷൻ കടകളിലേക്കുള്ള വിതരണം തടസ്സപ്പെട്ടു. കുടിശ്ശികയായി 100 കോടി രൂപ സപ്ലൈകോ നൽകാനുണ്ടെന്ന് കരാറുകാരുടെ പരാതി. നമസ്കാരം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. കുഴഞ്ഞു വീണ് മരിക്കുന്ന സംഭവങ്ങളേറുന്നു. കോവിഡ് വ്യാപനത്തിന് ശേഷമാണ് കുഴഞ്ഞു വീണ് മരണങ്ങളുടെ എണ്ണമേറിയത്. കാർഷിക സർവകലാശാല പ്ലാനിംഗ് ഡയറക്ടർ ഡോക്ടർ അനി എസ് ദാസ് ദൂരദർശനിൽ തത്സമയ പരിപാടിക്കിടെ കുഴഞ്ഞു വീണ് മരിച്ചത് കഴിഞ്ഞ ദിവസമാണ്. കൊരട്ടിയിൽ വിദ്യാർത്ഥികളുടെ യാത്രയയപ്പ് യോഗത്തിൽ സംസാരിക്കുന്നതിനിടെ അധ്യാപിക 41 വയസ്സുള്ള രമ്യ കുഴഞ്ഞു വീണ് മരിച്ചത് ഏതാനും ദിവസം മുമ്പാണ്. സമീപ ദിവസങ്ങളിൽ തന്നെ ഇത്തരം നിരവധി മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കോവിഡിന്റെ ഭാഗമായാണ് ഇത്തരം മരണങ്ങളെന്ന് തെളിഞ്ഞിട്ടില്ലെങ്കിലും കോവിഡിന് ശേഷം ഇത്തരം മരണങ്ങൾ ഏറി വന്നത് വാസ്തവമാണ്. കോവിഡ് ബാധിച്ചവർക്ക് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് നേരത്തെ പഠനങ്ങൾ പുറത്തു വന്നിരുന്നു. ഹൃദയാഘാത സാധ്യതയും ഏറുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. കോവിഡ് ഗുരുതരമായി ബാധിച്ചവർ കായികാധ്വാനം കൂടിയ പ്രവൃത്തികളിൽ നിന്ന് മാറി നിൽക്കണമെന്ന കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവന ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. ഇതേസമയം ഇത്തരം കുഴഞ്ഞു വീണു മരണങ്ങളെ സംബന്ധിച്ച കൃത്യമായ പഠനങ്ങൾ നടന്നിട്ടില്ല. മുൻകരുതലുകളെക്കുറിച്ചോ ഹൃദയ സംബന്ധമായ പരിശോധനകൾ നടത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചോ ആരോഗ്യ വിഭാഗം ഒരു നിർദ്ദേശവും നൽകിയിട്ടില്ല. നിലവിലെ സാഹചര്യത്തിൽ ഇത്തരം മരണങ്ങളെ സംബന്ധിച്ച വിശദമായ പഠനം നടത്തേണ്ടത് അനിവാര്യമാണ്. TCV തൃശൂർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഗുരുവായൂരിൽ കർശന സുരക്ഷ. ബുധനാഴ്ചയാണ് പ്രധാനമന്ത്രി ഗുരുവായൂരിലെത്തുന്നത്. രാവിലെ ക്ഷേത്ര ദർശനം നടത്തുന്ന മോദി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിലും സംബന്ധിക്കും. രാവിലെ 7 മണിക്ക് ശ്രീകൃഷ്ണ കോളേജ് ഹെലിപ്പാഡിലെത്തുന്ന പ്രധാനമന്ത്രി തുടർന്ന് ശ്രീവത്സം ഗസ്റ്റ് ഹൌസിലെത്തും. ക്ഷേത്ര ദർശനം കഴിഞ്ഞാൽ 8:45 വിവാഹ ചടങ്ങിൽ പങ്കെടുക്കും. ബുധനാഴ്ച രാവിലെ 7 മുതൽ 9 വരെയാണ് കടുത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടാവുക. പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം പങ്കെടുക്കുന്ന സുരക്ഷാ അവലോകന യോഗം ഗുരുവായൂരിൽ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബുധനാഴ്ച തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തും. രാവിലെ 10:17 വലപ്പാട് ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൌണ്ടിൽ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്ന പ്രധാനമന്ത്രി റോഡ് മാർഗമാണ് തൃപ്രയാർ ക്ഷേത്രത്തിൽ എത്തിച്ചേരുക. ഇതാദ്യമായാണ് രാജ്യത്തെ പ്രധാനമന്ത്രി തൃപ്രയാർ ക്ഷേത്രത്തിൽ ദർശനത്തിന് എത്തുന്നത്. പ്രധാനമന്ത്രിയുടെ വരവിന് മുന്നോടിയായുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ, റൂറൽ SP നവനീത് ശർമ്മ, കൊടുങ്ങല്ലൂർ DYSP സലീഷ് N ശങ്കരൻ എന്നിവരുടെ നേതൃത്വത്തിൽ വിലയിരുത്തി. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശനൻ, ദേവസ്വം മാനേജർ MP സുരേഷ് എന്നിവരും സന്നിഹിതരായിരുന്നു. പുന്നയൂർക്കുളം എരമംഗലത്ത് കടന്നൽ കുത്തേറ്റ് ഒരാൾ മരിച്ചു. പൊന്നാനി തൃക്കാവ് സ്വദേശി 70 വയസ്സുള്ള ഗോപാലകൃഷ്ണനാണ് മരിച്ചത്. കടന്നൽ കുത്തേറ്റ് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പുളിക്കത്ര കുടുംബക്ഷേത്രക്കാവിൽ പൂജ നടക്കുന്ന സമയത്താണ് സംഭവം. കാവിനുള്ളിൽ ആളുകൾ കൂടിയ നേരത്ത് ശക്തമായ കാറ്റുമൂലം കടന്നൽക്കൂട്ടം ഇളകിവന്ന് ആക്രമിക്കുകയായിരുന്നു. ശരീരമാസകലം കുത്തേറ്റ ഗോപാലനെ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചു. ഏതാനും ദിവസങ്ങളായി മേഖലയിൽ കടന്നൽ ശല്യമുള്ളതായി പ്രദേശവാസികൾ പറഞ്ഞു. റേഷൻ വാഹന കരാറുകാരുടെ സമരം ആരംഭിച്ചു. സപ്ലൈകോ സംഭരണ കേന്ദ്രങ്ങളിൽ നിന്ന് റേഷൻ കടകളിലേക്കുള്ള വിതരണം തടസ്സപ്പെട്ടു. FCIയിൽ നിന്നുള്ള ധാന്യ സംഭരണവും തിങ്കളാഴ്ച മുതൽ മുടങ്ങും. ഇതോടെ റേഷൻ കടകളിൽ ഭക്ഷ്യധാന്യക്ഷാമം നേരിട്ടേക്കും. അനിശ്ചിതകാലത്തേക്കാണ് പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കുടിശ്ശികയായി 100 കോടി രൂപ സപ്ലൈകോ നൽകാനുണ്ടെന്നാണ് കരാറുകാരുടെ പരാതി. ലഭിക്കേണ്ട തുകയുടെ 90% 4 മാസമായി മുടങ്ങിയിരിക്കുകയാണ്. തുക ഉടൻ അനുവദിക്കുക, ചുമട്ടുതൊഴിലാളി ക്ഷേമ വിഹിതം സപ്ലൈകോ നേരിട്ട് ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡിൽ അടയ്ക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. പെരുമ്പിലാവ് പരുവക്കുന്ന് ഫെസ്റ്റിനിടെ ചേരിതിരിഞ്ഞ് സംഘർഷത്തിനിടെ ആനയടഞ്ഞ് 3 പേർക്ക് പരിക്കേറ്റു. പോലീസ് ലാത്തിവീശി. കൂട്ടിയെഴുന്നള്ളിപ്പിനിടെ 2 ക്ലബ്ബുകൾ ആനയുടെ മുൻപിൽ നിൽക്കുന്നതിനെ ചൊല്ലിയുണ്ടായ സംഘർഷത്തിനിടെയാണ് കൊമ്പൻ നന്ദലത്ത് ഗോപാലകൃഷ്ണൻ ഇടഞ്ഞത്. സംഘർഷത്തിൽ പെരുമ്പിലാവ് ചേലിൽ വീട്ടിൽ നിസാമുദ്ദീൻ, അക്കിക്കാവ് കോട്ടമേൽ വീട്ടിൽ പ്രഫുൽ ദേവ്, അക്കിക്കാവ് മുന്നോടി പറമ്പിൽ വീട്ടിൽ റാഷിദ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പായി ചുമതലയേറ്റ മാർ റാഫേൽ തട്ടിൽ പിതാവിന് ജന്മനാടായ തൃശൂരിൽ ഊഷ്മള വരവേൽപ്പ്. സാംസ്കാരിക നഗരിയിലെത്തിയ തട്ടിൽ പിതാവ് ആദ്യമെത്തിയത് തൃശൂർ അതിരൂപതയുടെ മുൻ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് കുണ്ടുകുളത്തിന്റെ കല്ലറയിലേക്കായിരുന്നു. കല്ലറയിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹം തേടിയ ശേഷം ബിഷപ്പ് ഹൌസിലെത്തി. അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്, സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ അടക്കമുള്ള വൈദികർ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. തുടർന്ന് കുടുംബാംഗങ്ങളും തൃശൂരിലെ പൗരപ്രമുഖരും രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, സാമുദായിക രംഗത്തെ പ്രമുഖരും അദ്ദേഹത്തിന് ആശംസ നേരാനെത്തി. തൃശൂരിലെത്തിയാൽ സ്വന്തം വീട്ടിൽ മടങ്ങിയെത്തുന്ന സന്തോഷമാണെന്ന് അദ്ദേഹം പറഞ്ഞു. എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ചോദിച്ചാൽ തൃശ്ശൂർ ഗ്രൂപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തൃശ്ശൂരിലേക്ക് വരുമ്പോൾ ഞാൻ അറ്റ് ഹോമാണ്. ഇവിടെ എനിക്ക് ആരും അപരിചിതരല്ല, എല്ലാവരും എൻ്റെ സ്വന്തം വീട്ടുകാരും എൻ്റെ നാട്ടുകാരാണ്. തൃശ്ശൂർ പൂരത്തിൻ്റെ അന്ന് ജനിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ പാറമേക്കാവായിട്ടും തിരുവമ്പാടിയായിട്ടും വടക്കുനാഥ ക്ഷേത്രമൊക്കെ ആയിട്ട് എനിക്ക് വളരെ ആത്മാർത്ഥ ബന്ധമുണ്ട്. പിന്നെ ഞാൻ ഇവിടുത്തെ മുസ്ലിമുകളുമായിട്ടും എനിക്ക് നല്ല ബന്ധങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ നാടിൻ്റെ ഒരു പ്രത്യേകത, മതങ്ങൾക്ക് അതീതമായിട്ട് മനുഷ്യൻ്റെ സാഹോദര്യത്തിൽ അടിയുറച്ചൊരു നാടാണ് തൃശ്ശൂർ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപക്ഷെ എന്നെ ഇങ്ങനെ തിരഞ്ഞെടുത്തപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നത് ഒരു സാഹോദര്യത്തിൻ്റെ ഒരു വേവ് ലെങ്ത്, അതിൻ്റെ ഒരു ഹൃദയവികാരം പ്രകടിപ്പിക്കാൻ ഒരുപക്ഷെ സാധിക്കുമെന്നുള്ള ഒരു വിചാരത്തിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആരും എനിക്ക് അന്യരല്ല, എല്ലാം എൻ്റെ സ്വന്തമാണ്. സ്വന്തം ഇടവകയായ പുത്തൻപള്ളിയിലെത്തിയപ്പോൾ വലിയ സ്വീകരണമാണ് അൽമായർ നൽകിയത്. തുടർന്ന് കുർബാന അർപ്പിച്ചു. തൃശൂർ അതിരൂപതയുടെ ആഭിമുഖ്യത്തിൽ പൗരസ്വീകരണവും നൽകി. പുത്തൻപള്ളി അങ്കണത്തിൽ നടന്ന പൊതുസമ്മേളനം റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു മുഖ്യ അതിഥിയായി. എമിരറ്റസ് ആർച്ച് ബിഷപ്പ് മാർ ജേക്കബ് തൂങ്കുഴി അനുഗ്രഹ പ്രഭാഷണം നടത്തി. മാർ ആൻഡ്രൂസ് താഴത്ത് അധ്യക്ഷത വഹിച്ചു. മേയർ എം കെ വർഗീസ്, ടി എൻ പ്രതാപൻ എം പി, പി ബാലചന്ദ്രൻ MLA, മതമേലധ്യക്ഷന്മാരായ മാർ ഔഗിൻ കുര്യാക്കോസ് മാർ ക്ലിമിസ്, ജി വർഗീസ്, മാർ യുലിയോസ്, സ്വാമി സദ്ഭവാനന്ദ, മുഹമ്മദ് ഫൈസി ഓണംപിള്ളി, തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ, വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് വള്ളൂരാൻ എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു. TCV തൃശൂർ. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ 4 നാൾ നീണ്ടു നിൽക്കുന്ന താലപ്പൊലി മഹോത്സവത്തിന് തുടക്കമായി. 1001 കഥനവെടികൾ മുഴങ്ങിയതോടെയാണ് താലപ്പൊലി ആഘോഷത്തിന് തുടക്കമായത്. 1-ാം താലപ്പൊലി നാളായ തിങ്കളാഴ്ച 1001 കഥനവെടി, ഉച്ചയ്ക്ക് എഴുന്നള്ളിപ്പ്, വൈകിട്ട് വെടിക്കെട്ട് തുടങ്ങിയവ നടക്കും. പരമ്പരാഗത ചടങ്ങുകളാൽ സമ്പന്നമാണ് 1-ാം താലപ്പൊലി നാൾ. വ്രതം നോറ്റെത്തുന്ന മലയരയന്മാരും കുടുംബി സമുദായവും ക്ഷേത്രാങ്കണത്തിൽ തനത് ചടങ്ങുകൾ നടത്തും. മുൻമന്ത്രി മുതിർന്ന കോൺഗ്രസ് നേതാവുമായ TH മുസ്തഫ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ പുലർച്ചെയായിരുന്നു മരണം. കുന്നത്തുനാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്നും 4 തവണയും ആലുവയിൽ നിന്ന് 1 തവണയും നിയമസഭയിലേക്ക് എത്തി. കെ കരുണാകരൻ മന്ത്രിസഭയിൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിയായിരുന്നു. എറണാകുളം DCC ജനറൽ സെക്രട്ടറി, എറണാകുളം DCC പ്രസിഡന്റ്, KPCC ജനറൽ സെക്രട്ടറി, KPCC വൈസ് പ്രസിഡന്റ്, കോൺഗ്രസ് നിയമസഭാ കക്ഷി ഉപനേതാവ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അണ്ടത്തോട് വീട് കയറി ആക്രമിച്ച സംഭവത്തിൽ 2 പേരെ വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. അണ്ടത്തോട് സ്വദേശികളായ കുന്നമ്പത്ത് വീട്ടിൽ ഫഹദ്, മുഹമ്മദ് യാസിൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കേസിലെ 2 പ്രതികൾ ഒളിവിലാണ്. വെള്ളിയാഴ്ച രാത്രിയിലാണ് 4-അംഗ സംഘം വീട് കയറി ആക്രമിച്ചത്. ആക്രമണത്തിൽ ആമിനു, റാബിയ, ഷലീം എന്നിവർക്കാണ് പരിക്കേറ്റത്. ഷമീലിന് പുറത്ത് കുത്തേറ്റിരുന്നു. പാറയമ്പാടത്ത് നിയന്ത്രണം വിട്ട കാർ ബൈക്കിലിടിച്ച അപകടം. ശനിയാഴ്ച രാത്രിയിലുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികരായി 2 പേർക്ക് പരിക്കേറ്റു. പോർക്കുളം സ്വദേശികളായ ദിലീപ്, ജിഷ്ണു എന്നിവർക്കാണ് പരിക്കേറ്റത്. ഒരാളുടെ നില ഗുരുതരം. പെരുമ്പിലാവ് ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാർ എതിർദിശയിൽ വരികയായിരുന്ന ബൈക്കിൽ ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണാണ് ഇരുവർക്കും പരിക്കേറ്റത്. അപകടത്തിൽ ദിലീപിന്റെ കാൽപാദം മുറിഞ്ഞു തൂങ്ങിയ നിലയിലാണ്. അപകടത്തിനിടയാക്കിയ കാർ നിർത്താതെ പോയി. പിന്നീട് പോർക്കുളം കോങ്ങണൂർ റോഡിൽ കാർ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. കുന്നംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു. മകരജ്യോതിക്കായി ശബരിമല സന്നിധാനം ഒരുങ്ങി. മകരവിളക്ക് ദർശിക്കാൻ ശബരിമല സന്നിധാനത്ത് തീർത്ഥാടകരുടെ തിരക്കേറി. തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി വെർച്വൽ ക്യൂ 50,000 പേർക്കായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. സന്നിധാനത്തും പരിസരത്തും മകരവിളക്ക് ദർശനത്തിനായി എത്തിയ തീർത്ഥാടകർ ശാലകൾ കെട്ടി കാത്തിരിക്കുകയാണ്. മകരജ്യോതി തെളിയുന്ന മകരസംക്രമ സന്ധിയിൽ ശ്രീ വടക്കുനാഥ ക്ഷേത്രത്തിൽ 15,008 എള്ളുതിരിയിട്ട മൺചിരാതുകളിൽ ദീപങ്ങൾ തെളിയിക്കും. വിളവെടുപ്പിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ പാടം വെള്ളത്തിൽ മുങ്ങി. പൊയ്യ പഞ്ചായത്തിലെ ഊളഞ്ചിറ തോട്ടിൽ വെള്ളം നിറഞ്ഞ് പാടശേഖരത്തിലേക്ക് കയറിയതാണ് ആശങ്കയാകുന്നത്.
മടത്തുംപടി വെസ്റ്റ് പാടശേഖരത്തിൽ 10 ഏക്കർ സ്ഥലമാണ് വിൽസൺ പാട്ടത്തിനെടുത്ത് കൃഷിയിറക്കിയിട്ടുള്ളത്. 2 ആഴ്ച കഴിഞ്ഞാൽ കൊയ്യാനുള്ള പാടശേഖരങ്ങളാണ് വെള്ളത്തിൽ മുങ്ങിയത്. ഇളന്തിക്കര സ്വദേശി 80 വയസ്സുള്ള മാളിയേക്കൽ വിൽസൺ 1961 മുതൽ പൂർണ്ണസമയം കർഷകനാണ്. 20 കൊല്ലമായി പുത്തമേഖല പഞ്ചായത്ത് കൃഷി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. മടത്തുംപടി വെസ്റ്റ് പാടശേഖരത്തിൽ 10 ഏക്കർ കൃഷി ഇപ്പോൾ വെള്ളത്തിൽ കിടക്കുകയാണ്. തോടുകളിലെ വെള്ളം പറ്റിയാൽ നമുക്ക് കൊയ്യാൻ പറ്റുള്ളൂ. 2 ആഴ്ച കഴിഞ്ഞ് കൊയ്യാവുന്നതാണ്. ഇന്നലെ കൃഷി ഓഫീസർ വന്ന് കൃഷി സ്ഥലം വന്ന് കണ്ട് അന്വേഷണത്തെ റിപ്പോർട്ട് പഞ്ചായത്തിലേക്ക് കൊടുക്കാൻ പോയിട്ടുണ്ട്. ജില്ലയിലെ വിവിധ പാടശേഖരങ്ങളിൽ പാട്ടത്തിനെടുത്ത 30 ഏക്കർ സ്ഥലത്താണ് കൃഷി ചെയ്തിരിക്കുന്നത്. വേനൽക്കാലമായതോടെ ഉപ്പുവെള്ളം കയറാതിരിക്കാൻ ഊളൻ ചിറയിൽ തടയണ കെട്ടിയ ശേഷം കനത്ത മഴ പെയ്തതാണ് പാടശേഖരത്തിലേക്ക് വെള്ളം കയറാൻ ഇടയാക്കിയത്. തോടിന്റെ ആഴം കുറഞ്ഞതാണ് പാടശേഖരത്തിലേക്ക് വേഗത്തിൽ നേരിട്ട് വെള്ളം കയറാൻ ഇടയാക്കുന്നത്. വെള്ളക്കെട്ട് ഒഴിവാക്കാൻ തടയണ പൊട്ടിച്ചാൽ വീണ്ടും ഉപ്പുവെള്ളം കയറുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. പാടശേഖരത്തിലെ വെള്ളം ഒഴുക്കിക്കളയാൻ തടയണ പൊട്ടിച്ചാൽ അപ്പോൾ തന്നെ വീണ്ടും കെട്ടേണ്ടി വരും. കനത്ത മഴയുടെ 2 ദിവസം മുൻപാണ് 40,000 രൂപയോളം ചിലവഴിച്ച് തടയണ കെട്ടിയത്. 2 കിലോമീറ്ററോളം വരുന്ന തോട് മണ്ണ് നിറഞ്ഞത് നീക്കം ചെയ്ത് ആഴം വർദ്ധിപ്പിക്കണമെന്നത് ദീർഘകാലമായുള്ള ആവശ്യമാണ്. ഈ ആവശ്യത്തിന് വിവിധ വകുപ്പുകളിൽ നിന്നും പരിഗണനയുണ്ടായിട്ടില്ല. തോട് ആഴം വർദ്ധിപ്പിച്ചാൽ പാടത്തു നിന്ന് വെള്ളം ഒഴുക്കിവിടാൻ കഴിയുമെന്ന് വാർഡംഗം റീന സേവ്യർ അറിയിച്ചു. TCV ന്യൂസ്, മാള. വരാക്കര പൂരം വർണ്ണാഭമായി. 20 ഗജവീരന്മാരെ അണിനിരത്തി പഞ്ചാരിമേളത്തിന്റെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് നടന്നു. കിഴക്കൂട്ട് അനിയന്മാരാർ മേളപ്രമാണിയായി. ഉച്ചയോടെ കാവടി സംഘങ്ങൾ ക്ഷേത്ര മൈതാനിയിൽ നിറഞ്ഞാടി. വൈകിട്ട് നടന്ന കാഴ്ചശീവേലിക്ക് പാണ്ടിമേളം അകമ്പടിയേകി. തുടർന്ന് വരാക്കര ദേശത്ത് നന്ദിക്കര സാംബവരുടെ നേതൃത്വത്തിൽ പന്തൽവരവും നാടൻപാട്ട് ദൃശ്യാവിഷ്കാരവും അരങ്ങേറി. കൊടുങ്ങല്ലൂർ നഗരത്തിലെ കാവിൽക്കടവ് തോടിന്റെ നവീകരണം വീണ്ടും ചർച്ചയാകുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തോട് ഒരു കാലത്ത് നഗരത്തിലേക്കുള്ള ജലപാതയായിരുന്നു. ചരക്കുവള്ളങ്ങളും യാത്രാവള്ളങ്ങളും ധാരാളമായി കടന്നുപോയിരുന്ന ജലപാതയായിരുന്നു കാവിൽക്കടവ് തോട്. റോഡ് വഴിയുള്ള ഗതാഗതം സജീവമായതോടെ മറ്റ് ജലമാർഗങ്ങളെപ്പോലെ ഈ തോടും നിർജീവമായി മാറി. 10 വർഷം മുൻപ് വരെ ആഴ്ചയിൽ 2 തവണ എറണാകുളത്ത് നിന്നുമുള്ള ചരക്കുവെള്ളം കാവിൽക്കടവിൽ എത്തിയിരുന്നു. പിന്നീട് അതും നിലച്ചു. മണൽ വാരലിന് നിയന്ത്രണം വന്നതോടെ മണൽ വഞ്ചികളും അപ്രത്യക്ഷമായി. കനോലി കനാലിൽ നിന്നും ഏതാണ്ട് 1 കിലോമീറ്ററിലധികം ദൂരം നഗരത്തിലേക്ക് കയറിക്കിടക്കുന്ന ജലമാർഗമാണ് കാവിൽക്കടവ് തോട്. നഗരത്തിലെ ചെറുതോടുകളിൽ നിന്നുമുള്ള വെള്ളം ഒഴുകിയെത്തുന്ന പ്രധാന ഇടമാണിത്. അതുകൊണ്ട് തന്നെ നഗരത്തിലെ സർവ്വമാലിന്യങ്ങളും ഇവിടെ വന്നടിയുന്നുണ്ട്. വേലിയേറ്റ സമയത്ത് പുഴയിൽ നിന്നും വെള്ളം കയറുന്ന കാവിൽക്കടവ് തോട് വേലിയിറക്ക സമയത്ത് ഏറെക്കുറെ വറ്റിവരളും. യഥാസമയങ്ങളിൽ ശുചീകരണം നടത്താത്തതിനാൽ ദുർഗന്ധം രൂക്ഷമാണിവിടെ. ആലപ്പുഴയിലെയും ചില വിദേശ രാജ്യങ്ങളുടെയും മാതൃകയിൽ കാവിൽക്കടവ് തോടിനെ സൗന്ദര്യവൽക്കരിക്കണമെന്ന ആവശ്യത്തിന് പിന്തുണ ഏറിവരികയാണ്. കൊടുങ്ങല്ലൂർ നിയോജകമണ്ഡലത്തിലെ നവകേരള സദസ്സിൽ സാമൂഹ്യ പ്രവർത്തകനായ കല്യാൺ റാം കാവിൽക്കടവ് തോട് നവീകരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. ഈ തോട് കുറച്ചു കാലം മുമ്പ് വരെ വളരെ നല്ല വെള്ളമായിരുന്നു. അതിൽ എല്ലാ ജനങ്ങളും കുളിച്ചിരുന്ന് മറ്റാവശ്യങ്ങൾക്കെല്ലാം എടുത്തിരുന്നു. എറണാകുളത്ത് നിന്ന് ആഴ്ചയിൽ 2 വഞ്ചി വന്നിരുന്നു. ഇവിടെ മണലും മറ്റു സാധനങ്ങളൊക്കെ വന്നിരുന്നതാണ്. ഇപ്പോൾ മുഴുവൻ ടൗണിലെ മാലിന്യങ്ങളും വേസ്റ്റും വന്നടിയുന്ന ഒരു സ്ഥലം മാത്രമായിട്ടാണ് ഇത് മാറിയിരിക്കുന്നത്. ഈ മാലിന്യ നിർമ്മാർജ്ജനം എത്രയും വേഗത്തിൽ ഇവിടെ നടത്തേണ്ടത് ഒരു അത്യാവശ്യമാണ്. എല്ലാ നടപടികളും എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവട്ടെ. തോട് ശുചീകരിച്ച് സംരക്ഷിക്കുക, വൈദ്യുതി ദീപങ്ങൾ സ്ഥാപിക്കുക, സൗന്ദര്യവൽക്കരിക്കുക, നടപ്പാതയും നടപ്പാലങ്ങളും നിർമ്മിക്കുക, ആംഫി തിയേറ്റർ സ്ഥാപിക്കുക തുടങ്ങി വിവിധ നിർദ്ദേശങ്ങൾ കല്യാൺ റാം നവകേരള സദസ്സിന് മുന്നിൽ സമർപ്പിച്ചിരുന്നു. ഇതേ തുടർന്ന് ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചിരുന്നു. നവീകരണത്തിലൂടെ കാവിൽക്കടവ് തോടിനെ ജലവിനോദ കേന്ദ്രമാക്കി മാറ്റാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. മേലൂർ പൂലാനിയിലെ നായരങ്ങാടി കൊമ്പൻപാറ തടയണ റോഡ് പൂർവ്വസ്ഥിതിയിലാക്കണമെന്നാവശ്യപ്പെട്ട് CPI ലോക്കൽ കമ്മിറ്റി ധർണ നടത്തി. ബിയർ കമ്പനിയിലേക്ക് ടോറസ് അടക്കമുള്ള ഭാരവാഹനങ്ങൾ പോകുന്നത് മൂലമാണ് റോഡ് തകർന്നതെന്ന് സമരക്കാർ ആരോപിച്ചു. പ്രതിഷേധ സമരം AITUC സംസ്ഥാന കൌൺസിൽ അംഗം TR ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. ഗീതാ ശശി അധ്യക്ഷത വഹിച്ചു. മധു തുപ്രത്ത്, PV സുരാജ്, KS സുനേജ്, ഷൈനി ബാബു എന്നിവർ സംസാരിച്ചു.
കന്നഡ തൊഴിലാളി ജില്ലാ സംഗമം മന്ത്രി കെ രാജൻ അയ്യന്തോളിൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് വിനോദ് പി ജോൺ അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി ശ്രീകാന്ത്, ഷാജഹാൻ, ശ്രീധരൻ, സുധീഷ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. യുക്തിചിന്താ ദിനത്തിൽ കേരള യുക്തിവാദി സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ സംഗമം സംഘടിപ്പിച്ചു. ശബരിമലയിൽ മകരജ്യോതിയുടെ പേരിൽ തട്ടിപ്പ് നടത്തുകയാണെന്ന് സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് ഗംഗൻ അഴീക്കോട് പറഞ്ഞു. NK ശങ്കരൻകുട്ടി അധ്യക്ഷനായിരുന്നു. KD ഉഷ, C ചന്ദ്രബാബു, ശക്തിധരൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ ഓഫ് ഡ്രാമ ആൻഡ് ഫൈൻ ആർട്സ്, കാലിക്കറ്റ് സർവകലാശാല എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര നാടക പഠനോത്സവം സംഘടിപ്പിച്ചു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ R. ബിന്ദു ഉദ്ഘാടനം ചെയ്തു. കാലിക്കറ്റ് സർവകലാശാല ചാൻസലർ പ്രൊഫസർ MK ജയരാജ് അധ്യക്ഷനായിരുന്നു. കോർപ്പറേഷൻ കൌൺസിലർ ലാലി ജെയിംസ്, നാടകാചാര്യ പത്മശ്രീ നീലം സിംഗ് ചൌധരി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഈ മാസം 19-ാം തീയതി പഠനോത്സവം സമാപിക്കും. പ്രേക്ഷകരെ കാണാൻ നേരിട്ടെത്തി എബ്രഹാം ഓസ്ലർ. ചലച്ചിത്രതാരം ജയറാമിന്റെ തൃശൂരിലെ അപ്രതീക്ഷിത തിയേറ്റർ സന്ദർശനം ആരാധകരെ ആവേശത്തിലാഴ്ത്തി. മലയാളികളായ കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ടനായകൻ ജയറാമിന്റെ ഏറ്റവും പുതിയ ചിത്രമാണ് എബ്രഹാം ഓസ്ലർ. മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത സൈക്കോളജിക്കൽ മെഡിക്കൽ ക്രൈം ത്രില്ലർ റിലീസ് ചെയ്ത നാൾ മുതൽ നിറഞ്ഞ തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ്. ചിത്രത്തിന്റെ വമ്പൻ വിജയം പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നതിനാണ് ACP എബ്രഹാം ഓസ്ലറായി ചിത്രത്തിൽ നിറഞ്ഞാടിയ ജയറാമും സഹതാരങ്ങളായ സെന്തിൽ കൃഷ്ണ, ആര്യ സലീം, ഹരികൃഷ്ണൻ അടക്കമുള്ളവരും തൃശൂർ ഗിരിജ തിയേറ്ററിലെത്തിയത്. ഗിരിജ തിയേറ്റർ ഉടമ ഡോക്ടർ ഗിരിജ, മക്കളായ ശങ്കർ, മോഹിത്, തിയേറ്റർ മാനേജർ രാമകൃഷ്ണൻ എന്നിവർ ചേർന്ന് താരങ്ങളെ സ്വീകരിച്ചു. തുടർന്ന് പ്രേക്ഷകർക്കൊപ്പം കേക്ക് മുറിച്ച് വിജയാഹ്ലാദം പങ്കുവച്ചു. ചിത്രം ഏറ്റെടുത്ത് വിജയിപ്പിച്ച ആസ്വാദകർക്ക് ജയറാം നന്ദി അറിയിച്ചു. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. കാരണം തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഒരു വലിയ ഗ്യാപ്പിന് ശേഷം വരുമ്പോൾ തിരിച്ചും കുടുംബസമേതം അവർ തിയേറ്ററുകളിലെത്തി മലയാളികൾ രണ്ടാമതും അതൊരു വരവേൽപ്പ് തന്നില്ലേ, അതൊരു വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഇനി അങ്ങോട്ട് അവരുടെ പ്രതീക്ഷകൾക്കൊത്തുള്ള സിനിമ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. അത് 100% അതിനുവേണ്ടി ശ്രമിക്കുന്നതാണ്. സിനിമ ആദ്യ പകുതി പിന്നിടുന്ന വേളയിൽ തന്നെ നായകനും സഹതാരങ്ങളും തിയേറ്ററിലെത്തി തങ്ങളെ കണ്ടതിന്റെ ആവേശത്തിലായിരുന്നു പ്രേക്ഷകർ. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ആസ്വാദകർക്കൊപ്പം ഫോട്ടോയും സെൽഫിയും എടുത്ത ശേഷമാണ് ജയറാം അടക്കമുള്ളവർ തിയേറ്ററിൽ നിന്നും മടങ്ങിയത്. ഉച്ചയ്ക്ക് 12, ഉച്ചതിരിഞ്ഞ് 3, വൈകിട്ട് 6:30, രാത്രി 9:30 എന്നിങ്ങനെ ഗിരിജ തിയേറ്ററിൽ ഓസ്ലറിന് ദിവസേന 4 പ്രദർശനങ്ങളാണുള്ളത്. വാണിജ്യം. കുട്ടികൾക്ക് ആത്മവിശ്വാസവും കണക്കിനോടുള്ള അമിത താൽപര്യവും പകരുന്നതിനായി ഗാമ അബാക്കസ് നാഷണൽ കോമ്പറ്റീഷൻ തൃശൂരിൽ സംഘടിപ്പിച്ചു. വിവിധ രാജ്യങ്ങളിൽ ശാഖകളുള്ള ഗാമ അബാക്കസിന്റെ ഇന്ത്യയിലെ 24ാമത് വാർഷികത്തോടനുബന്ധിച്ചാണ് ദേശീയ തലത്തിൽ അബാക്കസ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. തൃശൂർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരങ്ങൾ ഏറെ ആവേശമായി മാറി. ഗാമ അബാക്കസ് CEO ഡോക്ടർ K. നകുലനാഥൻ അധ്യക്ഷനായിരുന്നു. R. ആദിത്യ IPS, തോമസ്, തുളസി നകുലനാഥൻ, ലക്ഷ്മി രാധാകൃഷ്ണൻ, KG അജിത് തുടങ്ങി ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ പ്രമുഖർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും 4 മുതൽ 15 വയസ്സുവരെയുള്ള 3 വ്യത്യസ്ത ഏജ് ഗ്രൂപ്പുകളിലും വിവിധ ലെവലുകളിലുമുള്ള 2500-ലധികം കുട്ടികൾ 30-ൽ പരം ഇനങ്ങളിലുള്ള അബാക്കസ് മത്സരങ്ങളിൽ മാറ്റുരച്ചു. നിമിഷങ്ങൾക്കകം 100 ചോദ്യങ്ങൾക്ക് അബാക്കസ് ഉപയോഗിച്ചും മനക്കണക്കായും അതിവേഗത്തിൽ ഉത്തരം എഴുതി കഴിവ് തെളിയിച്ച 600 കുട്ടികൾക്ക് ട്രോഫിയും പങ്കെടുത്തവർക്കെല്ലാം സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. നാഷണൽ കോമ്പറ്റീഷന്റെ വലിയ പ്ലാറ്റ്ഫോമിൽ പങ്കെടുത്ത കുട്ടികൾക്ക് മത്സരം ഏറെ ഗുണം ചെയ്തതായും അബാക്കസിൽ പെർഫോം ചെയ്യാനുള്ള പ്രചോദനവും ഉണ്ടായി എന്നും രക്ഷിതാക്കൾ അഭിപ്രായപ്പെട്ടു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും നടന്നു. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. കോവിഡിന് ശേഷം കൊഴിഞ്ഞുവീണ് മരിക്കുന്ന സംഭവങ്ങൾ ഏറുന്നു. കൃത്യമായ പഠനം നടത്താതെ ആരോഗ്യവകുപ്പ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഗുരുവായൂരിൽ കർശന സുരക്ഷ.
മോദി ബുധനാഴ്ച തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തും. പുന്നൂർക്കുളം എരമംഗലത്ത് കടന്നൽ കുത്തേറ്റ് ഒരാൾ മരിച്ചു. നിരവധി പേർക്ക് പരിക്ക്. പൊന്നാനി തൃക്കാവ് സ്വദേശി ഗോപാലകൃഷ്ണനാണ് മരിച്ചത്. റേഷൻ വാഹന കരാറുകാരുടെ സമരം ആരംഭിച്ചു. സപ്ലൈകോ സംഭരണ കേന്ദ്രങ്ങളിൽ നിന്ന് റേഷൻ കടകളിലേക്കുള്ള വിതരണം തടസ്സപ്പെട്ടു. കുടിശ്ശികയായി 100 കോടി രൂപ സപ്ലൈകോ നൽകാനുണ്ടെന്ന് കരാറുകാരുടെ പരാതി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.